ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒന്നാണോ, ഇനി എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസസ്, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് ആളുകൾക്കുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ആവും, എന്തൊക്കെയാണ് ഡിഫറൻസസ്, റിലേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും രണ്ടും കമ്പ്യൂട്ടർ സയൻസിൻ്റെ പാർട്ട് തന്നെയാണ്. നമുക്കറിയാം, ടോപ്പ് 10 ടെക്നോളജീസ് അല്ലെങ്കിൽ ടോപ്പ് ടെക്നോളജീസിൽ പെട്ട അല്ലെങ്കിൽ ട്രെൻഡ് ടെക്നോളജീസിൽ പെട്ട രണ്ട് ടൈപ്പുകൾ തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും. രണ്ടും റിലേറ്റഡ് തന്നെയാണ്, പക്ഷെ ഒരിക്കലും സെയിം അല്ല. ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, പക്ഷെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ സബ്സെറ്റാണ്. ഈ രണ്ട് ടെക്നോളജീസും മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജീസാണ്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ടെക്നോളജീസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഓൾമോസ്റ്റ് റിലേറ്റഡ് ടെക്നോളജീസ് ആണെങ്കിലും പലരും ഇതിനെ സിനണിംസ് ആയിട്ട് യൂസ് ചെയ്യാണ്, രണ്ടും സെയിം ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, രണ്ടിനും കുറേ ഡിഫറൻസസ് ഉണ്ട്. ഓരോ കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിഫറെൻറ്റ് ടേംസിലാണ് നമുക്കിത് കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസസ് നോക്കാം. AI എന്ന് പറയുന്നത് ഒരു ബിഗ്ഗർ കൺസെപ്റ്റാണ്. നമുക്ക് ഇൻ്റലിജൻറ്റ് മെഷീൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്താണ് ഇൻ്റലിജൻറ്റ് മെഷീൻ്റെ പ്രത്യേകത? ഹ്യൂമൻ തിങ്കിങ് ക്യാപ്പബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ബിഹേവിയറൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മെഷീൻസാണ് ഇൻ്റലിജൻറ്റ് മെഷീൻസ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു സബ്സെറ്റാണ്. ഇതിനകത്ത് മെഷീൻസിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്, ലേൺ ചെയ്യാണ്. എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ എങ്ങനെ ഡാറ്റയായിട്ട് പെർഫോം ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാം എന്നുള്ളത് മെഷീൻസിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് കീ ഡിഫറൻസസ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ടെക്നോളജി വിച്ച് എനാബിൾ എ മെഷീൻ സിമുലേറ്റ് ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിജൻറ്റ് സിസ്റ്റംസ്, അതായത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ഉള്ള, അല്ലെങ്കിൽ ഹ്യൂമൻസ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന പോലെ മാനേജ് ചെയ്യുന്ന ഒരു മെഷീൻ. എന്നാൽ മെഷീൻ ലേണിങ്ങിൻ്റെ കേസ് വരുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണ്. അതിനകത്ത് മെഷീന് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യാണ് ഡാറ്റയെ. പാസ്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകളൊക്കെ എങ്ങനെയാണോ യൂസ് ചെയ്തത്, പെർഫോം ചെയ്തത് എന്നതിൻ്റെ ബേസിൽ നെക്സ്റ്റ് വരുന്ന ഡാറ്റകളിലും പെർഫോം ചെയ്യാൻ കഴിയും, അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻ്റലിജൻറ്റ് സിസ്റ്റംസ്, കോംപ്ലക്സ് പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഹ്യൂമൻസിനെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. എന്നാൽ മെഷീൻ ലേണിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത് മെഷീൻസിന് അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഡാറ്റയിലൂടെ ഡാറ്റ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിന് ഇതിനകത്ത് ഇൻ്റലിജൻറ്റ് സിസ്റ്റംസാണ്, നമ്മൾ പറഞ്ഞ പോലെ ഹ്യൂമനെ പോലെ ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന ഇൻ്റലിജൻറ്റ് സിസ്റ്റംസാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ മെഷീൻ ലേണിങ്ങിനകത്ത് പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻസിനെ ടീച്ച് ചെയ്യുന്നത്. പിന്നെ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണ് ആക്ച്വലി, അല്ലാതെ അതിൻ്റെ സെയിം ലെവലിലുള്ളതല്ല, ഇനി ജസ്റ്റ് സബ്സെറ്റായിട്ട് വരുന്നതാണ്. എന്നാൽ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണ്. ഡീപ്പ് ലേണിങ് മെഷീൻ ലേണിങ്ങിൻ്റെയും സബ്സെറ്റാണ്.
പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വൈഡ് റേഞ്ച് ഓഫ് സ്കോപ്പ് ഉണ്ട്. ഒരുപാട് സ്കോപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹ്യൂമണിനെ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹ്യൂമണിന് അത്ര ഇമ്പോർട്ടൻസ് വരാതെ പോകും. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ മെഷീൻ ലേണിങ്ങിൻ്റെ കേസ് വരുമ്പോൾ അതിനകത്ത് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ഡാറ്റ പാസ് ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ അത്രേ ചെയ്യാനേ മെഷീൻ ലേണിങ്ങിനുള്ളൂ. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസ് അങ്ങനെയല്ല, അതിന് വൈഡ് റേഞ്ച് ഓഫ് സ്കോപ്പ് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് കോംപ്ലക്സ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. കാരണം അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ മെഷീൻ ലേണിങ്ങിൻ്റെ കേസിൽ സ്പെസിഫിക് ടാസ്കുകൾ മാത്രമേ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിൻ ചെയ്ത ടാസ്കുകൾ മാത്രമേ അതിന് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൺസേൺ ചെയ്യുന്നത് മാക്സിമൈസിങ് ദ ചാൻസ് ഓഫ് സക്സസ് ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻ്റലിജൻസ് സിസ്റ്റം എത്രത്തോളം സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അതിനെ മാക്സിമൈസ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്നാൽ മെഷീൻ ലേണിംഗ് കൺസേൺ ചെയ്യുന്നത് അക്യുറസിയിലും പാറ്റേൺസിലൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സിറി, കസ്റ്റമർ സപ്പോർട്ട് യൂസിങ് ചാറ്റ് ബോട്ട്സ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, ഓൺലൈൻ ഗെയിം പ്ലേയിങ്, ഇൻ്റലിജൻറ്റ് ഹ്യൂമനോയിഡ് റോബോട്ട്സ് എക്സെട്ര. അതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ്. എന്നാൽ മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓൺലൈൻ റെക്കമെൻഡർ സിസ്റ്റം, ഗൂഗിൾ സെർച്ച് അൽഗോരിതംസ്, ഫേസ്ബുക്ക് ഓട്ടോ ഫ്രണ്ട് ടാഗിങ് സജഷൻസ് എക്സെട്ര. ഇത്രയൊക്കെയാണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ അതിൻ്റെ ക്യാപ്പബിലിറ്റീസിൻ്റെ ബേസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക് AI, ജനറൽ AI ആൻഡ് സ്ട്രോങ് AI. മെഷീൻ ലേണിങ്ങിനെ നമ്മൾ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലേണിംഗ്, റീസണിങ്, സെൽഫ് കറക്ഷൻ. ഇത്ര 3 കാര്യങ്ങളാണ്. മെഷീൻ ലേണിങ്ങിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലേണിംഗ് ആൻഡ് സെൽഫ് കറക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ പുതിയ ഡാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? സെൽഫ് കറക്ഷൻസ് ചെയ്യാൻ കഴിയും. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ഡാറ്റ, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റയിലൂടെയാണ്. എന്നാൽ മെഷീൻ ലേണിംഗ് സ്ട്രക്ചേർഡ് ഡാറ്റയും സെമി സ്ട്രക്ചേർഡ് ഡാറ്റയും മാത്രമായിട്ടേ ഡീൽ ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഡിഫറൻസസ് പറയാനുള്ളത്. അപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. പ്രത്യേകിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു കാര്യം കൂടെ. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും സെയിം ആണോ, എന്തൊക്കെയാണ് ഡിഫറൻസസ്, എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള റിലേഷൻസ്, അതൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും മസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. സിമ്പിളാണോ ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷേ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.